എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അത് ചെറിയൊരു കൺഫ്യൂഷൻ. അതൊന്ന് നേരിട്ട് കണ്ട് ക്ലിയർ ചെയ്യാന്ന് തോന്നി. അഭിയേട്ടന് ബുദ്ധിമുട്ടായോ? കാര്യം പറ. അന്ന് അഭിയേട്ടൻ അനക്കയുടെ ഹോസ്പിറ്റലിൽ വന്നത് ആരെ കാണാനായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് ആക്സിഡന്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നാ. ആ കഥ ഞങ്ങൾക്കറിയാം. പക്ഷെ സത്യത്തിൽ അഭിയേട്ടൻ അന്നവിടെ വന്നത് എന്തിനായിരുന്നു എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. എന്തിനാ അഭിയേട്ടൻ ഞങ്ങളോട് ഇങ്ങനെ നുണ പറയുന്നത്? അത് നുണയാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആ ഫ്രണ്ടിന്റെ പേര് അമൃത എന്നാണോ? അമൃതയെ കാണാൻ ഞാൻ എന്തിനാ ഹോസ്പിറ്റലിൽ വരുന്നത്? ഈ അഭിനയം ഒന്ന് നിർത്ത അഭിയേട്ട. അഭിയേട്ടൻ പറഞ്ഞതുപോലെ ആക്സിഡന്റ് ആയ ഒരു പേഷ്യന്റിനെയും അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. നടന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അഭിയേട്ടനെ അന്ന് അവിടെ കൊണ്ടെത്തിച്ചത് അമൃതേച്ചിയോടുള്ള സ്നേഹവും പൊസസീവ്നെസ്സും ആണ്. എന്റെ മുഖത്ത് നോക്കി അതല്ലാന്ന് പറയാൻ അഭിയേട്ടന് പറ്റുമോ? അമൃതേശി മഹേന്ദ്രനെ ശുശ്രൂഷിക്കുന്നതാണോ അഭിയേട്ടന്റെ പ്രശ്നം? എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടി സ്വയം വിഷമിക്കുകയും മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നത്? പിന്നെന്തിനാ ചേച്ചിയോട് ചേട്ടനെ അകൽച്ച കാണിക്കുന്നത്? അഭിയേട്ടൻ ഫോൺ എടുക്കുന്നില്ല എന്നും പറഞ്ഞ് ചേച്ചി എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അഭിയേട്ടൻ അറിയോ? ചേച്ചിയുടെ സങ്കടം മുഴുവൻ കാണുന്നത് ഞങ്ങളാണ്. പ്രണയത്തിൽ പൊസസീവ്നെസ് ആവാം, പക്ഷേ അത് തെറ്റിദ്ധരിച്ചിട്ടാവരുത്. എന്താണ് നടന്നതെന്ന് അഭിയേട്ടൻ അറിയണം. ഇനി എന്തറിയാൻ? അമൃത ആ മഹേന്ദ്രനെ കെയർ ചെയ്യാൻ വേണ്ടി 2 ദിവസം ഹോസ്പിറ്റലിൽ ചെന്ന് നിന്നില്ലേ? അയ്യോ, അതൊന്നും ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും പോയതല്ല. കലയമ്മ നിർബന്ധിച്ചിട്ട് പോയതാ. പിന്നെ ആ മഹേന്ദ്രന്റെ അപ്രോച്ച് ശരിയല്ലെന്ന് തോന്നിയതോടെ ചേച്ചി തന്നെ ആ പരിപാടി നിർത്തി തിരിച്ചു വന്നു. അമൃതയോടെ അവൻ മോശമായിട്ട് പെരുമാറിയോ? ഏയ്, അത്രയ്ക്കൊന്നുമില്ല. അതുമല്ല, അതൊക്കെ സ്വയം നേരിടാൻ പ്രാപ്തിയുള്ള ഒരാളാണല്ലോ അമൃതേച്ചി. പോട്ടഭിയേട്ട, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി അതിന്റെ പേരും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇങ്ങനൊരു തെറ്റിദ്ധാരണകളുടെ പേരിൽ അകന്നിരിക്കേണ്ടവരല്ല അഭിയേട്ടൻ ചേച്ചി. നിങ്ങൾക്കിടയിലെ ഈ അകലം നിങ്ങളെ രണ്ടുപേരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാ സത്യം. ഏട്ടനൊന്ന് അമൃതേച്ചി നേരിൽ കാണണം, സംസാരിക്കണം. രണ്ടുപേരുടെ മനസ്സിൽ എന്തെങ്കിലും കരടുകൾ വീണുപോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്കണം. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. നാളെ ഞാൻ പഞ്ചരത്നത്തിലേക്ക് വരാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.